ഹലോ ഗെയിമേഴ്സ്, ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഇൻഫോ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് TVA വേഴ്സസ് MRC ഒരു ബിഗ് കോൺട്രവേഴ്സിയിലേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. നമ്മുടെ MRC ഷെയ്ക്ക് ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു MRCയുടെ ഓഡിയൻസ് കുറയുന്നതിനെ കുറിച്ച്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ആരും കുറ്റം പറയണ്ടടാ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ MRCക്ക് സത്യം പറയാലോ, ടു ബി ഹോണസ്റ്റ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ MRCക്ക് വലിയൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു, വലിയൊരു ഓഡിയൻസ്. അഥവാ പിന്നെ നമുക്കൊക്കെ 5K 4K വാച്ചിങ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്ന ആ സംഭവം നമ്മളായിട്ട് കൊണ്ടുപോയി കളഞ്ഞതാണ്. ഇതേപോലെ KVN TVN ഒക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഓഡിയൻസിനെ എന്നെ ഡിസപ്പോയിൻ്റ് ചെയ്ത് കണ്ട് നമ്മൾ വലിയൊരു ഓഡിയൻസിനെ നമ്മൾ തന്നെ കളഞ്ഞിക്കണേ. അതൊക്കെ ചെയ്യാനുണ്ടായിരുന്ന റീസൺ, ഞാനും മാക്കും അതൊക്കെ ഞങ്ങൾ ചെയ്യാനുണ്ടായിരുന്ന റീസൺ ഈ പറയുന്ന പോലെ വെറുതെ ഒരു വലിയ കോൺട്രവേഴ്സിയിലോ അല്ലെങ്കിൽ വലിയൊരു അൺനെസസറി സിറ്റുവേഷൻസോ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് കരുതി മനഃപൂർവ്വം നമ്മൾ വേണ്ടാന്ന് വെച്ച കുറേ സംഭവങ്ങൾ കാരണം കൊണ്ടാണ് നമ്മളെ ഓഡിയൻസിനെ തന്നെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കളഞ്ഞത്. അതും എന്തിനാ, നമ്മളെ ഗ്യാങ് മെമ്പേഴ്സിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്ട് ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഗ്യാങ് മെമ്പേഴ്സിനെ വാല്യൂ ചെയ്യാത്തതുകൊണ്ടോ ഒന്നുമല്ല നമ്മൾ ചെയ്തത്. നമ്മൾ TVN KVN റെസ്പെക്ട് ചെയ്തതിൻ്റെ പേരിൽ ലോസായ വലിയൊരു ഓഡിയൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ട്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. മെയിൻലി നമ്മൾ ഓഡിയൻസിനെ ഡിസപ്പോയിൻ്റ് ആയി പോയ കാര്യമുണ്ട്. വാട്ടെവർ, അത് മാറ്റർ അല്ല. ഞാൻ ആ ഓഡിയൻസ് നമുക്ക് വാച്ചിങ് അത്ര കിട്ടണം അങ്ങനത്തെ കൺസേണിൽ പറയേണ്ട ഒരു സംഭവമൊന്നുമല്ല. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് RPയിൽ നമുക്ക് TVA വേഴ്സസ് MRC ഒരു സിറ്റുവേഷനും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. TVA റായൻ്റെ POV നമുക്കൊന്ന് കണ്ടു നോക്കാം. അയ്യോ ബ്രോ, നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ ബ്രോ. അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നീ എങ്ങോട്ട് പോകണം? നീ വന്ന് നമ്മുടെ നെഞ്ചത്ത് ഇടിച്ചിട്ട് നീ മാരിയും കളിക്കുന്ന. നീ എവിടെ പോണ്? നീ പറഞ്ഞു അല്ല ഇവന്മാര് നമ്മളെന്തോ ചെയ്തിട്ടുള്ള കണക്ക്. ഈ വണ്ടി കറുത്ത വണ്ടിയിലുള്ളവന്മാര് നമുക്കറിയത്തില്ലല്ലോ നിങ്ങളാണ്. എടാ അമ്മി കളിക്കുന്നു. അതൊക്കെ കഴപ്പല്ലേ? കഴപ്പല്ലേ? അതാറാ ഇടിച്ചത്? പോയി തീർന്നു. ഞാൻ പറയാം കേൾക്കുന്നേ. എടാ നമുക്ക് അറിഞ്ഞൂടാ നിങ്ങളാണെന്നുള്ള മനസ്സിലായോ? കൺവേർട്ട് അടിക്കുന്നേ. അറിയത്തില്ലല്ലോ നിങ്ങളാണെന്നുള്ളത്. എടാ സ്നൈപ്പ്, എനിക്കറിയോ നിങ്ങളാണെന്നുള്ളത്. ഓക്കെ, നിങ്ങളാണെന്ന് പറഞ്ഞപ്പം പുള്ളി സോറി പറഞ്ഞില്ലേ? എടാ അപ്പോഴാണ് നീ പറഞ്ഞത് നമ്മൾ തമ്മിൽ നല്ല ടൈംസിലല്ലേ പോണേ. എന്തിനാ ഇതൊക്കെ? പ്രോയാണ് വന്ന് ഇടിച്ചത്. ഇടിച്ചത് എടാ നിങ്ങളുടെ കൂടെ ബുള്ളോപ്പി നിന്നോടുള്ളതല്ലേ? ഞാൻ പറയട്ടെ, ബുള്ളോപ്പിന് മനസ്സിലായി കാണും നിങ്ങളാണെന്നുള്ള കാര്യം. ചിലപ്പോ എനിക്ക് മനസ്സിലായിട്ടില്ല, അതാ ഞാൻ പേര് വെച്ചത്. ബ്രോ പേരെന്താണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ പേര് പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ഒരു പേര് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലായില്ലേ? കഴിഞ്ഞിട്ടല്ലേ നീ ആ ഡയലോഗ് അടിച്ചത്. ഞാൻ ആ ഡയലോഗിന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചത്. നല്ലൊരു ടേംസിലല്ലേ പോണേ. സിറ്റുവേഷൻ എന്തരാണ് മൊത്തത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. ഇത് എങ്ങനെയാണ് അവരെ ഭാഗത്താണ് ഇത് വരാത്ത. അപ്പൊ നമുക്ക് സംസാരിക്കാതെ അങ്ങനെയാണ്. നീ അങ്ങനെ പറഞ്ഞു വന്നപ്പോ എന്തോ നമ്മള് എന്തോ മനസ്സിൽ വൈരാഗ്യം വെച്ച് നിന്റെ അടുത്ത് വൈരാഗ്യം വെച്ച് സംസാരിച്ചല്ല. അങ്ങനെയല്ലടാ. എന്ത് സംസാരിക്കുന്നത്? ഗോകുവാണോ? ഞാനല്ലേ മാഡി. എടാ മാഡി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, മനസ്സിലായാ? അത് നിങ്ങള് ആ രീതിയിൽ ചിന്തിക്കുന്നതിന്റെ പ്രശ്നമാണ്. മറ്റേ പോണേ. പിന്നെ എന്തിനാ ഇതൊക്കെ? ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ട് ഒരുമാതിരി മറ്റേ ഞാൻ പറയുന്നില്ല കേട്ടോ. അവനക്ക് കൂടെ ചൊറിയാൻ വരരുത്, മനസ്സിലായ? മര്യാദക്ക് ഇത് ചെയ്യണേ, മര്യാദക്ക്. വരുന്നില്ല, മനസ്സിലായോ? പിന്നെ പ്ലാൻ ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. കൺവേർട്ട് അടിക്കുന്നു. അപ്പം അവരെന്തോ സിറ്റുവേഷൻ പിടിക്കാൻ വേണ്ടി നടന്നതാ വണ്ടിയും കൊണ്ട്, മനസ്സിലായി? ഇവരും സെപ്പറേറ്റ് വണ്ടി ഓടിച്ച് നടക്കുമായിരുന്നു. ഇവരെ കൊണ്ടുവന്ന് ഇടിച്ച് ഫിറ്റ് ചെയ്ത് സംഭവം.
ആൻഡ് ഈ ഒരു TVA വേഴ്സസ് MRC ഇഷ്യൂവിനെ കുറിച്ച് ഈഗിൾ ഒരുപാട് കാര്യങ്ങൾ ലൈവിൽ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഒരു ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓരോരുത്തന്മാരെ പോലെ എനിക്ക് ഈ ആൾക്കാരുടെ മുമ്പിൽ വരുമ്പോൾ മാത്രം നമ്മൾ TV ആയിട്ട് സിറ്റുവേഷൻ എടുക്കത്തില്ല, ഇതാക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുണ്ണയല്ല ഞാൻ. അറ്റ്ലീസ്റ്റ് നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ള ഒരു ധൈര്യമെങ്കിലും ഉണ്ടായിരുന്നു പണ്ട് തൊട്ടേ. അതായത് നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്നു. നമ്മൾ സിറ്റുവേഷൻ ഇത് നന്നായിട്ട് പോത്തില്ല, ഇത് അങ്ങനെ പോത്തുള്ളൂ എന്ന് പറയാൻ ആണത്തവും ഇതെങ്കിലും ഉള്ള ഒരുത്തനാണ് ഞാൻ. അല്ലാതെ പുറകിൽ നിന്നിട്ട് ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഫ്രണ്ട്ലി ഒന്നും ബാക്കിൽ ലൈവ് ഓഫ് ആകുമ്പോൾ കണ്ട അച്ചിപ്പട്ടികളുടെ ഒക്കെ കൂടെ പോയിരുന്ന് നമ്മളെ കുണ്ണേന്ന് വിളിക്കുന്നതിനൊക്കെ റെസ്പെക്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതിനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇമാതിരി ഡയലോഗും വെച്ചോട്ട് സിറ്റിക്കകത്തോട്ട് വന്ന് അടിച്ച് കയറ്റി തരുകയും ചെയ്യും. കോൺഫിഡൻറ്റോടെ തന്നെ പറയുക, മനസ്സിലായോ? അതിൽ കൂടുതൽ വേറെ ഡയലോഗൊന്നുമില്ല. ബാക്കിയൊക്കെ സിറ്റിക്കകത്ത് ഞാനിങ്ങനെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഓരോന്ന് പറയുമ്പോൾ ഈഗിൾ എക്സ്പോസ്ഡ് 1000 ടൈം എക്സ്പോസ്ഡ്. എടാ അണ്ടി, നിന്നോടത്തൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്കിത് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. കണ്ട നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കോളവാണങ്ങളെല്ലാം കൂടെ പിടിച്ചു കഴിഞ്ഞിട്ട് ഒരു സാധനത്തിനകത്ത് വെച്ചിട്ട് ഞങ്ങൾ അവളെ കാണുമ്പോൾ MRC എന്നുള്ള പേരുണ്ടെന്ന് പറഞ്ഞ് ചിരിച്ചു കാണിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ഇരിക്കും? എനിക്ക് സൗകര്യമില്ലടാ, എനിക്ക് സൗകര്യമില്ല, എനിക്കതിന് സൗകര്യമില്ല. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ? എന്നെ കൊണ്ട് റെസ്പെക്ട് ചെയ്യാൻ മേടിക്കാൻ പറ്റുമോ? ഞാൻ ഇവനെയൊക്കെ കാണുമ്പോൾ എണ്ണീറ്റിരിക്കണോ സിറ്റിക്കകത്ത്? നിനക്കൊക്കെ എന്നെ കൊണ്ട് അങ്ങനെ മേടിപ്പിക്കാൻ പറ്റുമെങ്കിൽ നീ എന്നെ ഒന്ന് മേടിപ്പിച്ച് കാണിയിര്. കണ്ട അച്ചിയും മടകോടനെയും അണ്ടിപ്പട്ടിയും എല്ലാം പിടിച്ചുകൊണ്ട് വന്ന് ഗ്യാങ്ങിനകത്ത് ഇരുത്തിയിട്ട് അമ്മമാർക്ക് തലയുടെ പേരിൽ MRC എന്ന് പേരിട്ട് കൊടുത്തിട്ട് എനിക്ക് പ്രശ്നമുള്ളവന്മാരെ എനിക്ക് പ്രശ്നമില്ലെന്ന് നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചിട്ട് ഞാൻ അവരുടെ മുമ്പിൽ പോയി ചിരിച്ചു കാണിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് പറ്റത്തില്ല, ബുദ്ധിമുട്ടുണ്ട്. നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെയ്യും. കുറച്ച് ദിവസമായിട്ട് ഭീഷണിയുടെ കേട്ട് ഞാനങ്ങ് ഇതാക്കുക. MRC പറഞ്ഞ എന്തോ തലയൊക്കെ അങ്ങ് അറന്ന് വീണ് മറ്റേ റോഡിൽ ചോര വലിപ്പിച്ച് കിടക്കുമെന്നൊക്കെയാണ് പറയണത്. പോളാ കൊച്ചു പിള്ളേരെ ഇറങ്ങി, നിന്റെ വല്ല പണിക്കും പോയി നോക്ക്. നിന്നെയൊക്കെ ഇമ്പ്രസ് ചെയ്തിട്ട് വേണമല്ലോ എനിക്കിവിടെ ജീവിക്കാൻ. പിന്നെ നിന്റെയൊക്കെ ഭയങ്കര പറച്ചിലുണ്ട്. നീയൊക്കെ മറ്റേ ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിക്കാൻ നമുക്ക് വേറെ വകുപ്പൊന്നുമില്ല. എന്തായാലും നിന്റെയൊക്കെ കൂടെ സ്കൂളിൽ പോകാത്തവനും പഠിക്കാൻ പോകാത്തവനും അല്ല ഞാൻ. എന്തായാലും മനസ്സിലായോ? അതെന്തായാലും അല്ല ഞാൻ. കുറെ ദിവസമായി ഞാനിത് കേൾക്കണ ഗൈസ്. ഞാൻ നിങ്ങളുടെ തന്നെ പറഞ്ഞില്ലേ ഗൈസ്, നമുക്ക് ഇതിനകത്ത് കുറച്ച് ആൾക്കാരെ നമ്മൾ ഇതിനു മുമ്പ് വളരെ ഇഷ്യൂസ് ആയതുകൊണ്ട് നമുക്ക് അവരുമായിട്ടൊന്നും ചിരിച്ച് ഇതായിട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നേരത്തെ നമ്മളിത് ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് എന്നുള്ള രീതിയിൽ പോകത്തില്ല എന്ന് പറയണത്. അത് മനസ്സിലാവുന്നില്ല ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് പറയാനാ? പിന്നെ ഓരോ ദിവസം വന്ന് നമ്മളെ RP ചെയ്യുമ്പോഴും ഇതേപ്പറ്റി മിണ്ടിയില്ലേലും സംസാരിച്ചില്ലേലും എല്ലായിടത്തും എന്നെ വലിച്ചിടുക, അത് വലിച്ചിടുക, ഇത് വലിച്ചിടുക, ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇത് പറയാനുള്ള കാരണം പറയാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ വെളിയിലിരുന്നപ്പം അലീനയുടെ അക്കൗണ്ടിൽ ഒരുത്തൻ കൊച്ചുപയ്യൻ എന്തൊക്കെ പറഞ്ഞു ഒരു കൊച്ചുമുണ്ട വന്നൊരു മെസ്സേജ് അയക്കണ്. ഞാൻ എന്നിട്ട് ഫോൺ മേടിച്ചിട്ട് ഞാൻ തള്ളക്കി വിളിച്ചവന്റെ. ഞാൻ ആ ഫോൺ മേടിച്ചിട്ട് ഞാൻ അവന്റെ തള്ളക്കി വിളിച്ചപ്പോൾ അവനോട് ചോദിക്കുക നീ ആരാടാന്ന്. ഞാൻ പറഞ്ഞു സിറ്റിയിലെ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് നീ സംസാരിക്കാൻ വന്നാൽ നീ ഏതാ ആണെന്ന് പറഞ്ഞാൽ അവന് വീഡിയോ കോൾ 100 വട്ടം ചെയ്തിട്ട് അവൻ ഫോൺ എടുത്തില്ല, എന്നിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോയി. ചില്ലറ സൂക്കേടല്ലേ ഇവന്മാർക്ക്? കുറച്ച് ദിവസമായിട്ട് നമ്മളെന്തോ ഇവർക്ക് ഒന്നാമത്തെ കാര്യം കഴിച്ച് ഇവർക്ക് സിറ്റിയിലെ നിയമവും സിറ്റിയിലെ കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. MRCയിലുള്ള ഉണ്ടായിരുന്ന വേറെ കുറച്ച് പുതിയ അണ്ണന്മാരുണ്ടല്ലോ. എടാ നമ്മൾ MRC ആണെന്ന് അവർക്ക് മനസ്സിലാക്കണം. പക്ഷെ എന്നിട്ട് അവനിരുന്ന് പറയും അത് TV ആണെന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും? നമുക്ക് TV-യിലുള്ള എല്ലാവരും അറിയുമോ? അതുപോലെ ഞങ്ങൾക്കും അറിയത്തില്ല. നീയൊക്കെ ഏതാ? നീയൊക്കെ 2 മാസം മുമ്പ് കയറി വന്ന് നിന്നെയൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? നിന്റെ സൗണ്ട് കേട്ടാ ഞാൻ MRC എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കണോ? ബ്രോ ആണെ പറയണം, വാതുറന്ന് പറയണം MRC ആണെന്ന്. നീ അങ്ങനെ ആണെങ്കിൽ ചിലപ്പോൾ പിന്നെ ഞങ്ങൾ സിറ്റുവേഷൻ എടുക്കാതെ മാറിയിരുന്ന് അല്ലെങ്കിൽ വരും. അല്ലാതെ നിന്നെ കാണുമ്പോൾ കുനിഞ്ഞിരുന്ന് ഇതാക്കാൻ പറ്റത്തില്ല, മനസ്സിലായ? A ക്ലാസ് അമ്പി നിന്നെ അങ്ങനെ തന്നെ വിളിക്കാൻ പറ്റുള്ളൂ. അമ്പി, അത് നിനക്കുള്ള പേരതാണത്. ഇനിയുള്ള നിനക്ക് അങ്ങനെ ഈ സിറ്റുവേഷൻ വന്നാൽ നിന്നെ അങ്ങനെ വിളിക്കുകയുള്ളൂ. അല്ല കൈസ്, കുറച്ച് ദിവസമായി ഞാനിത് പറയാം മിണ്ടണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അന്നേരം ഇങ്ങനെ കുറെ ദിവസമായിട്ട് നമ്മളെ ഒരുമാതിരി ഇതാക്കണേ. ഞാനിപ്പോൾ ഇത്രയും നാളത് പറഞ്ഞില്ലായിരുന്നു. എനിക്ക് ഒരു ഇതുമില്ല. എടാ നിന്റെയൊക്കെ കൂട്ടത്തിൽ ഒരുത്തൻ ഇതിന് മുകളിൽ ചെയ്ത് കാണിക്കുമ്പം എൻ്റെ അടുത്ത് കോമ്പറ്റീഷൻ ഒന്നും നീയൊക്കെ വന്നതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരുത്തൻ ഇതുവരെ ചെയ്ത് കാണിക്കാൻ എന്തായാലും അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ ഉണ്ടായി നീയൊക്കെ ചെയ്ത് കാണിക്കുന്ന സമയത്ത് ഞാനത് ഈ പറയണത് പോലെ അക്സെപ്റ്റ് ചെയ്യാം. അതുവരെ അങ്ങനെ എന്തായാലും ഒരുത്തനകത്തില്ല. അങ്ങനത്തെ ഒരുത്തനില്ലാത്തടത്തോളം കാലം നിങ്ങളുടെ അടുത്തൊക്കെ എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ ഇത്രയും ദിവസം വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഇതായിട്ടാണ് പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്
ചില ആൾക്കാർ ലൈവ് വന്നിട്ട് പറയണത് TV-ക്കും KVAക്കും ഫ്രണ്ട്ലി ആയി ബിഹേവ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ഓഡിയൻസ് പോയതെന്ന്. ഞാൻ പറഞ്ഞു ബ്രോ ഫ്രണ്ട്ലി ആവാൻ, ഞാൻ നിങ്ങളുടെ ഇതല്ലേ ആദ്യം തൊട്ട് പറയണേ, ഞങ്ങളോട് ഫ്രണ്ട്ലി ആവണ്ട ബ്രോ, ഫ്രണ്ട്ലി ആവണ്ട. ഞാൻ ഇതല്ലേ ബ്രോയുടെ അടുത്തൊക്കെ ആദ്യമേ തൊട്ട് പറഞ്ഞേ. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് TV-ക്കും KVAക്കും ഫ്രണ്ട്ലി ഗ്യാങ് ആയതുകൊണ്ടാണ് അവർ കുറെ സിറ്റുവേഷൻസ് സോൾവ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഓഡിയൻസ് പോയെന്ന്. എന്നാ പറയൊക്കെയാണ് പറയണേ ബ്രോ, എന്തൊക്കെയാ പറയണേ എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞോ നിങ്ങളുടെ അടുത്ത് ഞങ്ങളുമായിട്ട് ഫ്രണ്ട്ലി ആവാൻ? ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞപ്പോൾ നിനക്കൊക്കെ പുച്ഛമായിരുന്നല്ലോ, അന്നേരം എന്താ നീയൊക്കെ പറഞ്ഞ അന്നേരം അയ്യോ അത് ഈഗിളിന് ഫ്രണ്ട്ലി ആവാൻ താല്പര്യമില്ല. ഇതിന്റെ അപ്പുറത്ത് വേഴ്സ് ആവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അന്ന് തൊട്ടേ ഒരു അടി പ്രതീക്ഷിച്ച ആൾക്കാർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു. ഒരടി പ്രതീക്ഷിച്ച് വന്നാലും ഓക്കെ അടിയായി എന്നുള്ളൊരു രീതി, അത് മതിയായിരുന്നു. അതിന് പകരം ഫ്രണ്ടാണ്, അണ്ടിയാണ്, ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആണ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അവര് പോവും. പകലാവുമ്പോൾ അതിനകത്ത് നമ്മളോട് പ്രശ്നമുള്ള കുണ്ണുകളെല്ലാം അവിടെ ഉച്ചയാകുമ്പോഴത്തേന് ചൊറച്ചിൽ തുടങ്ങും. ഇവനേതാ അയ്യോ ബ്രോ പേരെന്താ ബ്രോയുടെ സാമാനുണ്ട്, സാമാനത്തിൽ അറ്റം ചെത്തിയിട്ടുണ്ടോ, ചെത്താത്തതുണ്ടോ, അതുണ്ടോ. എന്നെ മനസ്സിലായില്ലേ? ഞാൻ MRC-യിലുള്ളത്, നിങ്ങളാര്? ഇതാണ് ഇത് ഞങ്ങൾക്ക് എത്ര ദിവസം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റും? അല്ല ഇത് കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബ്രോ, ഇത് കേട്ടോണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, സീരിയസ് ആയിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുറെ ദിവസമായി ഇത് ഞാൻ. നിങ്ങൾക്ക് TV-യിലെ മെമ്പേഴ്സിനെ അറിയത്തില്ലെങ്കിൽ തിരിച്ച് അതിനകത്തുള്ളവർക്കും നിങ്ങളിലുള്ള പുതിയ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന ആൾക്കാർ നമുക്ക് പറഞ്ഞുകൂടാ. അപ്പൊ സംസാരമാകുമ്പോൾ പേരെന്താന്ന് ചോദിച്ചാൽ പേര് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും TV ആണ് MRC ആണെന്ന് പറഞ്ഞ് മ്യൂച്വലി പോവുക. 2 മെമ്പേഴ്സ് റെഡി ആണെങ്കിലേ അതങ്ങനെ നിൽക്കത്തുള്ളൂ. അല്ലാതെ കുറച്ച് പേര് മാത്രം വന്നിട്ട് മറ്റേ ഇത് പറഞ്ഞിട്ട് കുറച്ച് പേര് അമ്പി കളിക്കുന്നതിൽ ഒരു കാര്യമില്ല. മനസ്സിലായോ? ഇതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ദിവസം ഇത് പറയാതിരുന്ന ഇവന്മാർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവന്മാരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ MRC ആൾക്കാർ നമ്മുടെ തല വെട്ടിക്കളയും, മറ്റേ ഇതാക്കി കളയും. എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. നിന്റെയൊക്കെ അണ്ണം പറഞ്ഞതുപോലെ ദൈവം തമ്പുരാനെ അല്ലാതെ എനിക്ക് വേറൊരുത്തരെയും പേടിയില്ല. അതിന് നിന്റെ ഏതൊക്കെ കൊലകൊമ്പനാണെങ്കിലും എനിക്ക് ഒരുത്തരെയും പേടിയില്ല. പറയാനുള്ള കാര്യം മുഖത്തോക്കി പറയും. ഇത്രയും ദിവസം ഞാൻ റെസ്പെക്ട് കൊടുക്കേണ്ട എല്ലാവർക്കും റെസ്പെക്ട് കൊടുത്ത് എൻ്റെ ചാറ്റിൽ പോലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അവരുമായിട്ട് ആർപ്പ് ചെയ്യാൻ വരുന്ന സമയത്ത് ബ്രോ നമ്മുടെ ചാറ്റിൽ ഒരു മോശമായ വാക്ക് പോലും പറയാൻ പാടില്ല എന്ന്. എന്നാലും ഷമീർ വന്നാലും ഷെയ്ക്ക് വന്നാലും മാക്ക് വന്നാലും ആര് വന്നാലും ഞാൻ അവരെയൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ലൈവ്. ഇത് ചിലപ്പോൾ റീലൊക്കെ ഓരോരുത്തന്മാർ കട്ട് ചെയ്ത് ക്ലിപ്പാക്കിയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരു പണിക്കും പോകാത്ത, സ്കൂളിൽ പോലും പോകാത്തവന്മാരിരുന്ന് കമന്റ് ഇട്ട് മെഴുകുമായിരിക്കും. എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല അത്. പക്ഷെ എനിക്കറിയാം, നമ്മുടെ ഓഡിയൻസിന് അറിയാം, അതുപോലെ അതിനകത്തുനിന്ന് കുറച്ച് ഓഡിയൻസിന് അറിയാം, അതിനകത്തുനിന്ന് ലൈവ് കാണാൻ വന്ന കുറച്ച് ഓഡിയൻസിന് അറിയാം. ഇവരൊക്കെ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഇവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന്, നമ്മളിവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, നമ്മൾ എങ്ങനെയാണ് ആർപ്പ് കളിക്കുന്നത്. ചില സമയത്തൊക്കെ എനിക്ക് തോന്നാറുണ്ട്, ഞാനിവിടെ ഒരു 12,000-13,000 വാച്ചിങ്ങിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് വിളിക്കുമ്പോൾ ഫോൺ എടുത്തിട്ട് ഞാൻ അടുത്ത ദിവസം പോയി കാണും കേട്ടോ ഇവരുടെയൊക്കെ ആർപ്പിയിൽ നമ്മുടെ ഓഡിയൻസിന്റെ ഒക്കെ എങ്ങനെയാണെന്ന്. അവൻ എന്നെ ഇങ്ങോട്ട് ഫോൺ വിളിച്ച്, ഞാൻ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ ഉടനെ MRC-യുടെ ഓഡിയൻസിനെ വേണം പുള്ളിക്ക്, അതാണ് പുള്ളി വിളിച്ചതെന്ന്. ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കണം, ഇത് ആരെ ശരിക്കും എന്നെ ഫോൺ വിളിച്ചേ? ഞാനാണോ ഫോൺ വിളിച്ചത്, അവനാണോ ഫോൺ വിളിച്ചേ? മതിയാണ്. ഇല്ല ബ്രോ ഇല്ല, ഇത് പറയണം. ഞാൻ ഇത്രയും ദിവസം ഇതിനകത്ത് ട്രിഗറായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇത്രയും ദിവസം ഞാനല്ലേ ഗൈസ് വേണ്ട എന്ന് പറഞ്ഞു വിട്ടോണ്ടിരിക്കണേ. 3 ദിവസമായിട്ട് നമ്മുടെ മണ്ടൊക്കെയാണ്, നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. TV-യും KVAയും കാരണമാണ് ഞങ്ങളുടെ ഓഡിയൻസ് പോയത്. ബ്രോ നിങ്ങളുടെ ഓഡിയൻസ് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പിടിപ്പുകേടാ. അത് ഞാൻ പറയാം. ഈ എത്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെമ്പേഴ്സിന് എടുത്ത് പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ ഈ മെമ്പേഴ്സ് തന്നെ പോടാ കുണ്ണേ നിന്റെ ഒന്നും ഗ്യാങ്ങി കളിക്കാൻ എനിക്ക് താല്പര്യമില്ല, തല്ലുകൊള്ളാൻ വയ്യെന്ന് പറഞ്ഞാൽ അവന്മാരിറങ്ങിപ്പോവും. അതുകൊണ്ടല്ലേ നിന്റെ അടുത്തൊക്കെ ഞാൻ അന്ന് പറഞ്ഞു എന്നെ അണ്ണാന്ന് പോലും വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ കൂടുതലൊന്നും പറയത്തില്ല ഗൈസ്. ബാക്കിയൊക്കെ നിനക്കൊക്കെ ഇനി ഫേക്ക് ആയിട്ട് നിൽക്കുന്നവരെ വിശ്വസിക്കാം. ഞാൻ എൻ്റെ സ്ഥാനം പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്തു ഇതാക്കി. ഞാൻ മാക്കിനോടൊക്കെ പറഞ്ഞതാണ് എന്നെ അണ്ണാന്ന് പോലും വിളിക്കണ്ട, അത് കുറച്ച് ആൾക്കാർക്ക് മറ്റേ ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അന്ന് ഞാൻ ഒരു വട്ടം ഷമീറിന്റെ കാര്യത്തിൽ LW-ന്റെ കാര്യം പറഞ്ഞപ്പം ഞാൻ ഇതുപോലെ പറഞ്ഞായിരുന്നു, അത് അവന്റെ കാര്യത്തിലാണ്. അപ്പോഴത്തേക്കിന് തൊപ്പി എന്നെ ലൈവിൽ അവരാധിച്ച് ഓൾറെഡി കഴിഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ ഞാൻ അന്ന് വിചാരിച്ച് ഞാനിത് പേടിച്ചങ്ങ് നിർത്തുന്നത്. ഞാൻ ഇനി ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയാം. RPയെ പറ്റി ഒരു കുണ്ണെ അറിയാത്ത LW മാത്രം സ്പാം ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം ഐഡികളാണ് നീയൊക്കെ. ആദ്യം എന്തെങ്കിലും ഒരു RP എന്താ, റൂൾ എന്താ, അതെന്താന്ന് മര്യാദക്ക് എന്തെങ്കിലും പഠിക്കും, എന്നിട്ട് കുണയ്ക്കാൻ വാ. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ വേറെ ചുമ്മാ ഇരുന്ന് ഇത്രയും ദിവസമായിട്ട് തമ്മി തല്ലിക്കാൻ നോക്കല്ലാതെ നിന്നെ കൊണ്ടൊന്നും ഒരു കൊണ്ണയ്ക്കും കൊള്ളത്തില്ല. മനസ്സിലായോ? തല്ലുള്ളികളാ, അത് പറയാതിരിക്കാൻ വയ്യ. ആദ്യം എന്തെങ്കിലും പോയി ചെയ്തിട്ട് സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ആകാൻ നോക്ക്.
ഒന്നുമില്ലെങ്കിൽ നിന്റെ ഒന്നും കൂട്ട്, നിന്റെ ഗ്യാങ്ങിലുള്ള രണ്ടുപേര് തമ്മിൽ ഒരുത്തൻ പകല് ലൈവ് ഇട്ടിട്ട് പറയും എന്റെ ലീഡറുടെ പ്രശ്നമാണ്, അടുത്ത ലീഡർ രാത്രി വന്നിട്ട് പറയാം എന്റെ കോ ലീഡർ പ്രശ്നമാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ഈ അപ്പിയൊക്കെ വെച്ചിട്ട് ടി വിയെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കണോ? അണ്ടിയേക്ക് ഞാൻ പറയാതിരിക്കാൻ വയ്യ. നിന്റെയൊക്കെ കുറെ ദിവസമായിട്ട് ഞാൻ കോൺട്രവേഴ്സി അണ്ടിയൊന്നും വേണ്ടാന്ന് പറഞ്ഞ് മിണ്ടാതെ മാറി നിന്നപ്പം നിനക്കൊക്കെ മറ്റേ തല കയറിയിരുന്ന് മൂടി വെട്ടണോ? നിന്റെയൊക്കെ കഴിവേടനാണ് നിന്റെയൊക്കെ അത് അണ്ടി പോയത്, അല്ലാതെ നമ്മുടെ അല്ല. എല്ലാം കൂടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ തലയിലോട്ട് വെച്ച് തന്നു. ഞാനൊന്നും മിണ്ടിയില്ലേ പോലും കഴിച്ച്. ഞാൻ എത്ര ദിവസമായിട്ട് എൻ്റെ RP ആയിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഇതായിട്ട് പോവാ, എത്ര ദിവസമായിട്ട് ഞാൻ പോവാ. ഞാൻ ഇതിനകത്തൊന്നും മിണ്ടിയിട്ടില്ല. ഇവന്മാര് ഡേ ടു ഡേ, ഞാനിപ്പോ 3 ദിവസം ഞാൻ ഈ ഗെയിമിനകത്ത് കയറിയില്ല. 3 ദിവസം ഒരു ഇതും ഇല്ലാത്ത കുറച്ച് ഫേക്ക് അക്കൗണ്ട് വാണങ്ങള്, മറ്റേ ക്ലിപ്പ് അപ്ലോഡ് ചെയ്യുന്ന വാണങ്ങളുണ്ടല്ലോ, ക്ലിപ്പ് അപ്ലോഡ് ചെയ്യുന്ന വാണങ്ങൾ, ഇവന്മാര് മാത്രമേ എൻ്റെ അകത്ത് വന്നിട്ട് തെറി വിളിക്കുക, മെസ്സേജ് അയക്കുക. ഇതൊക്കെയാണ് ഇവന്മാരുടെ പരിപാടി. ആദ്യം പോയി സ്വന്തം ഗ്യാങ്ങിൽ ഞാൻ ഒരു കാര്യം പറയട്ടാ, ആദ്യം സ്വന്തം ഗ്യാങ്ങിലുള്ള അടി തീർക്ക്, എന്നിട്ടല്ലേ TV ആയിട്ടൊക്കെ ഉള്ള അടി തീർക്കണേ. ആദ്യം അത് തീർക്ക്. സിറ്റിക്കകത്ത് ഇനി ഏതെങ്കിലും അമ്പി വന്നിരുന്ന് നാളെ തൊട്ട് സിറ്റിക്കകത്ത് കയറുന്ന സമയത്ത് TV-യുടെ അടുത്ത് ഏതെങ്കിലും ഈ പറയുന്ന ഗ്യാങ്ങിലെ അമ്പി വന്നിരുന്ന് കൊണ പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് തല്ലി കട്ടി തൂക്കി കത്തിക്കും. ഒരു സംശയവും ഇല്ല. അങ്ങനെ തന്നെയാണ് തീരുമാനം. അങ്ങനെ തന്നെയാണ് പ്ലേയേഴ്സിനോട് പറഞ്ഞേക്കുന്നത്. അങ്ങനെ തന്നെയാണ്. സിറ്റിക്കകത്ത് കാണാൻ വന്ന് നിനക്കൊക്കെ ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കണമെന്ന് നിനക്കൊക്കെ ഉണ്ടെങ്കിൽ നീ വന്നു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി തരാം. നിനക്ക് കുറച്ച് ദിവസമായി ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട് മടുത്ത്. സീരിയസ് ആയിട്ട് ഞാൻ പറയാം, ഞാൻ അതുകൊണ്ടാണ്, ഞാൻ അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ട് ഇത് ചെയ്യത്തില്ല. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞ് MRCന്റെ ലീഡറിനും കോ ലീഡറിനും തമ്മിലുള്ള ഇഷ്യൂവിനെ കുറിച്ച് MRCയുടെ കോ ലീഡറുള്ള ഷെയ്ക്കും അതേപോലെ ഈഗിളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഷമീർ ഒരു റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു കാര്യം പറയട്ടെ, ഇതിൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി നമ്മൾ വേറെ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. മനസ്സിലായോ? നമ്മളെ ലീഡറും കോ ലീഡറുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർത്തോളും. മനസ്സിലായോ? അതിൽ പുറത്തുനിന്ന് ഒരു തേർഡ് പേഴ്സണോ ആരായാലും ലൈവ് ഇട്ടിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആരും ഇടപെടണമെന്നില്ല. മനസ്സിലായോ? ഇതിൽ ആരും ഇടപെടണമെന്നില്ല. അത് ആരായാലും ശരി, നമ്മളെ കോ ലീഡറായിട്ടോ ലീഡറായിട്ടോ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളങ്ങ് തീർത്തോളും. മനസ്സിലായോ? ഇതിൽ വേറെ ആരും ഒരു തേർഡ് പേഴ്സൺ ഇതിൽ ഇൻക്ലൂഡ് ആവേണ്ട ആവശ്യം നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. അല്ലാണ്ട് നമ്മളെ ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അത് നമ്മൾ തീർത്തോളാം. അതിലെന്തിനാ വേറെ തേർഡ് പേഴ്സൺ ആയിട്ട് എന്തിനാ ഒരാൾ വരേണ്ട ആവശ്യം? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോസ് ബൈ ഗൈസ്.